ഇറാനുമായുള്ള സംഘർഷം മൂർച്ഛിക്കുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയിൽ കുതിച്ചുയരുന്ന ഇന്ധനവിലയെ ന്യായീകരിച്ചും ജനങ്ങളോട് സഹകരിക്കാൻ ആവശ്യപ്പെട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന പ്രസ്താവനകൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലും ആഗോള സാമ്പത്തിക മേഖലയിലും വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. ന്യൂയോർക്കിലെ ഗാർഡൻ സിറ്റിയിൽ സംഘടിപ്പിച്ച കൂറ്റൻ രാഷ്ട്രീയ റാലിയെ അഭിസംബോധന ചെയ്താണ് ട്രംപ് ഇന്ധനവില വർധനവിനെ പരസ്യമായി പിന്തുണച്ചത്. ഇറാനുമായുള്ള സംഘർഷം തുടരുമ്പോൾ ഉയർന്ന ഗ്യാസോലിൻ വിലയുമായി അമേരിക്കൻ ജനത പൊരുത്തപ്പെട്ട് ജീവിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ഇന്ധനവില വർധനവിന്റെ പേരിൽ താൻ ഒരിക്കലും ജനങ്ങളോട് മാപ്പ് പറയില്ലെന്ന് വ്യക്തമാക്കിയ ട്രംപ് തങ്ങളുടെ ഭരണകൂടവും നയങ്ങളും ശരിയായ കാര്യമാണ് ചെയ്തതെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി രൂക്ഷമായതോടെ ഗാലന് $4 മുകളിലേക്ക് കുതിച്ച പെട്രോൾ വില ജനങ്ങൾക്കിടയിലും രാഷ്ട്രീയ എതിരാളികൾക്കിടയിലും കടുത്ത അമർഷത്തിന് കാരണമായിരുന്നു. അമേരിക്കൻ വോട്ടർമാരെയും സാധാരണക്കാരായ ഉപഭോക്താക്കളെയും സംബന്ധിച്ചിടത്തോളം ഇന്ധനവില വർധനവ് വലിയൊരു സാമ്പത്തിക ഭാരമാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം ചൂട് പിടിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ധനവിലയിൽ ഉണ്ടാകുന്ന ചെറിയ വ്യതിയാനങ്ങൾ പോലും വോട്ടർമാരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാറുണ്ട്. ന്യൂയോർക്കിലെ പ്രസംഗത്തിലുടനീളം ഇറാന്റെ നയങ്ങളെയും പ്രാദേശിക ഭീഷണികളെയും രൂക്ഷമായ ഭാഷയിലാണ് ട്രംപ് വിമർശിച്ചത്. മിഡിൽ ഈസ്റ്റിൽ ഇറാൻ നടത്തുന്ന നീക്കങ്ങളാണ് ആഗോള എണ്ണ വിപണിയെയും ഗതാഗത പാതകളെയും അസ്ഥിരപ്പെടുത്തുന്നത്. ടെഹ്റാന്റെ ഈ കടുത്ത നിലപാടുകൾക്ക് തടയിടാൻ US കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾക്ക് ചില വില നൽകേണ്ടി വരുമെന്നും അതിൽ ഇന്ധനവില വർധനവും ഉൾപ്പെടുന്നുവെന്നുമാണ് ട്രംപിന്റെ വാദം. രാഷ്ട്രീയ എതിരാളികൾ ട്രംപിനെതിരെ ഇത് കടുത്ത ആയുധമാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ജനങ്ങളുടെ ജീവിത ചെലവ് വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള വിദേശ നയങ്ങളാണ് നിലവിലെ ഭരണകൂടവും പ്രമുഖ നേതാക്കളും പിന്തുടരുന്നതെന്നാണ് വിമർശനം. പ്രത്യേകിച്ച് ഇന്ധനവില വർധനവിന് മാപ്പ് പറയില്ലെന്ന ട്രംപിന്റെ കടുത്ത വാക്കുകൾ സാധാരണക്കാരായ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ നേതാക്കളും രാഷ്ട്രീയ നിരീക്ഷകരും ആരോപിക്കുന്നുണ്ട്. തങ്ങളുടെ വിദേശ നയ നിലപാടുകളെ ന്യായീകരിക്കുന്നതിനൊപ്പം തന്നെ ഇന്ധനവില വർധനവിന്റെ ഉത്തരവാദിത്തം മറുവശത്തേക്ക് തിരിച്ചുവിടാനും ട്രംപ് ശ്രമിക്കുന്നുണ്ട്. ആഭ്യന്തര രാഷ്ട്രീയത്തിൽ തനിക്കെതിരെ നിൽക്കുന്ന തീവ്രവാദപരമായ ചിന്താഗതിക്കാരായ നേതാക്കളുടെയും തദ്ദേശീയ നയങ്ങളുടെയും തകരാറുകളാണ് സാമ്പത്തിക മേഖലയെ സമ്മർദ്ദത്തിലാക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഇറാൻ പ്രതിസന്ധിയും ഹോർമുസ് കടലിടുക്കിലെ ഗതാഗത തടസ്സങ്ങളും ആഗോള ഇന്ധന വിതരണ ശൃംഖലയെ വൻതോതിൽ ബാധിച്ചിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വിതരണത്തിൽ ഉണ്ടാകുന്ന കുറവാണ് അമേരിക്കൻ വിപണിയിലും പെട്രോൾ വില ഗാലന് $4 എത്തിച്ചത്. ഇത് അമേരിക്കൻ നിർമ്മാണ മേഖലയെയും ഗതാഗത മേഖലയെയും ഒരുപോലെ പ്രയാസത്തിലാക്കുന്നുണ്ട്. ഗാർഡൻ സിറ്റി റാലിയിൽ ട്രംപിനെ കേൾക്കാനെത്തിയ 10,000-കണക്കിന് അനുകൂലികൾക്കിടയിൽ ഈ പ്രസ്താവന വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴി തുറന്നു. ഒരു വിഭാഗം ജനങ്ങൾ ട്രംപിന്റെ ദേശീയ സുരക്ഷാ നിലപാടുകളെ പിന്തുണയ്ക്കുമ്പോൾ മറ്റൊരു വിഭാഗം ആളുകൾ കുതിച്ചുയരുന്ന നിത്യോപയോഗ ചെലവുകളിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നു. വിദേശ നയത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന സാമ്പത്തിക ആഘാതങ്ങളെ മറികടക്കാൻ ബദൽ മാർഗങ്ങൾ അമേരിക്ക തേടേണ്ടതുണ്ട്. ആഭ്യന്തര എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കണമെന്ന വാദം ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും അതിന്റെ പ്രയോജനങ്ങൾ വിപണിയിൽ ലഭിക്കാൻ സമയമെടുക്കും. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില നിർണ്ണയിക്കുന്നതിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം നിർണായക പങ്കാണ് വഹിക്കുന്നത്. ഇറാനുമേലുള്ള ഉപരോധങ്ങളും സൈനിക നീക്കങ്ങളും ശക്തമാക്കുമ്പോൾ വിപണിയിൽ ഉണ്ടാകുന്ന അനിശ്ചിതത്വം എണ്ണ കമ്പനികൾ മുതലെടുക്കുന്നതായും പരാതികളുണ്ട്. അമേരിക്കയിൽ ആസന്നമായിരിക്കുന്ന ജനവിധിയിൽ ഇന്ധനവില പ്രധാന ചർച്ചാ വിഷയമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഈ വിഷയം ഉപയോഗിക്കാം. ട്രംപിന്റെ ഈ പ്രസ്താവന വോട്ടർമാർ എങ്ങനെ ഉൾക്കൊള്ളുമെന്നത് വരാനിരിക്കുന്ന ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങളിൽ നിർണായകമാക്കും. പ്രസംഗത്തിൽ ട്രംപ് എടുത്തു പറഞ്ഞ "ഞങ്ങൾ ശരിയായ കാര്യമാണ് ചെയ്തത്" എന്ന വാചകം അദ്ദേഹത്തിന്റെ വിദേശ നയങ്ങളുടെ കാർക്കശ്യത്തെയാണ് കാണിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ ആധിപത്യം നിലനിർത്താനും ഭീഷണികളെ നേരിടാനും കടുത്ത തീരുമാനങ്ങൾ അത്യാവശ്യമാണെന്ന നിലപാടിൽ അദ്ദേഹം മാറ്റം വരുത്തിയിട്ടില്ല. സാധാരണക്കാരായ തൊഴിലാളികളെയും കുടുംബങ്ങളെയും സംബന്ധിച്ചിടത്തോളം പ്രതിമാസ ബജറ്റിൽ പെട്രോളിനായി മാറ്റിവെക്കേണ്ടി വരുന്ന തുക വർദ്ധിപ്പിക്കുന്നത് വലിയ വെല്ലുവിളിയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് ഇത് ആക്കം കൂട്ടുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സൈനിക തന്ത്രങ്ങളും ആഭ്യന്തര സാമ്പത്തിക തന്ത്രങ്ങളും തമ്മിൽ സന്തുലിതാവസ്ഥ പാലിക്കാൻ അമേരിക്കൻ ഭരണകൂടം കഠിനമായി ശ്രമിക്കേണ്ടി വരും. ഇറാനുമായുള്ള യുദ്ധഭീതിയും സൈനിക നീക്കങ്ങളും ദീർഘകാലത്തേക്ക് നീണ്ടുപോയാൽ എണ്ണവിലയിലെ ഈ കുതിച്ചുചാട്ടം വൻ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് അമേരിക്കയെ നയിച്ചേക്കാം. ഗാർഡൻ സിറ്റിയിലെ രാഷ്ട്രീയ റാലിയിൽ ട്രംപ് നടത്തിയ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ അമേരിക്കൻ രാഷ്ട്രീയത്തെ കൂടുതൽ പിടിച്ചുലയ്ക്കും.
ഇന്ധനവില വർധനവിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ US വിദേശ നയത്തിന്റെ പുതിയ ദിശയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ അമേരിക്കൻ തെരുവുകളിലും പ്രതിഫലിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിന്റെ വ്യക്തമായ തെളിവാണ് ഈ സംഭവങ്ങൾ.